ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക്കിനോട് അംബിക ചോദിക്കുന്നത്, എടാ നീ ഇതുവരെ പോയില്ലേ? ഞാൻ എങ്ങനെ പോകാനാ? അമ്മ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ? ഞാനിപ്പോഴും ഇങ്ങോട്ട് വന്നതേ അമ്മയോട് രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനാ. ഞാൻ അനന്തനങ്ങളെ കണ്ട് സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്കിൾ എന്നോട് പറഞ്ഞ് അമ്മ ഇപ്പോൾ കടുത്ത തീരുമാനമൊന്നും എടുക്കരുതെന്ന്. ഇപ്പോൾ അമ്മയ്ക്കെതിരായി നിൽക്കുന്ന മീഡിയം ജനങ്ങളെയെല്ലാം നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ അമ്മയ്ക്ക് അനുകൂലമായിട്ട് തന്നെ വരും. നീ എന്താടാ ദീപക്കെ പറയുന്നത്? അപ്പോൾ മന്ത്രി എന്ന നിലയിൽ എനിക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായയോ? അമ്മ, ഇത് പൊളിറ്റിക്സാണ്. കരി പുരളാനും കഴുകിക്കളയാനും ഒക്കെ ഒരു മണിക്കൂർ നേരം പോലും വേണ്ടല്ലോ. അടുത്ത ഇലക്ഷനിൽ അമ്മ വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്ന അനന്തനങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. ഋതികയ്ക്ക് ആ സമയത്ത് തന്നെ ഒരു ഫോൺ കോൾ വരുന്നു പ്രതാപൻ്റെ. എന്താച്ചാ എന്ന് ഋതിക ചോദിക്കും. നീ സ്റ്റേഷനിൽ എത്തിയച്ചാ? എന്നാൽ നീ ഒരു കാര്യം ചെയ്തേ, ചേച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ. ഋതിക അംബികയുടെ നേരെ ഫോൺ നീട്ടിയിട്ട്, വേണ്ട അച്ഛൻ എന്നോടൊപ്പം വരാൻ ഒരുങ്ങിയതാ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ അച്ഛനൊരു ക്ഷീണം തോന്നി, അതുകൊണ്ട് വന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു അച്ഛൻ. ഋതികയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അംബിക പ്രതാപ എന്ന് വിളിക്കുമ്പോൾ പ്രതാപൻ പറയുന്നു, കാര്യങ്ങളൊക്കെ ഋതിക പറഞ്ഞല്ലോ. പറഞ്ഞു. ചേച്ചി വെറുതെ വാശി പിടിക്കാതെ അവൾ പറയുന്നേ ഒന്ന് കേക്ക്. ഞാൻ അവളോടൊപ്പം അഡ്വക്കേറ്റിനെയും കൂടെ അയച്ചിട്ടുണ്ട്. അവൾ ജാമ്യം എടുക്കും. ചേച്ചി തിരിച്ചു വാ. ഇല്ല പ്രതാപ, ഈ കാര്യത്തിൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഇതിനെതിരെ ഞാൻ പോരാടും. എനിക്ക് എൻ്റെ സത്യസന്ധത തെളിയിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അംബിക പെട്ടെന്ന് ഫോൺ ഋതികയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ഋതിക ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ? എൻ്റെ തീരുമാനങ്ങൾക്ക് നിന്റെ അംഗീകാരത്തിൻ്റെ ആവശ്യമില്ലടി. നിങ്ങൾ പോലീസ് ലോക്കപ്പിലോ സെൻട്രൽ ജയിലിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്നോ, അതിന് എനിക്കെന്താ? എനിക്കതിൽ വലിയ സന്തോഷമേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛൻ അതിലല്പം നാണക്കേടുണ്ടാകും. എടാ ദീപക്കെ, നിനക്ക് പറ്റുമെങ്കിലേ നിന്റെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധി ഒന്ന് ഉപദേശിച്ചു കൊടുക്ക്. ആരെയും, അതായത് സ്വന്തം മകനെ പോലും വിശ്വസിക്കരുതെന്ന് നീ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കടാ. നീ എന്താടി ഋതിക അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? പറഞ്ഞതിൻ്റെ അർത്ഥം നിന്റെ അമ്മയ്ക്ക് വഴിയേ മനസ്സിലായിക്കോളും. അമ്പയ്ക്ക് ദേഷ്യം വരും. ആഹാ, എന്നെയും എൻ്റെ മകനെയും തെറ്റിക്കാൻ നോക്കുന്നോടി, ഇറങ്ങി പൊടി ഇവിടുന്ന്. അത് കേട്ട താമസം താണ്ട ഋതിക ഇറങ്ങി അങ്ങ് പോയി. വേണിവേട്ടൻ രാധമ്മയോട് പറയാം, നമുക്ക് തോന്നും ഈ അക്രമവും ചതിയും വഞ്ചനയും ഒക്കെ ചെയ്യുന്നവരെ എന്താ ദൈവം പിടികൂടാത്തതെന്ന്. ദൈവം എല്ലാം കണ്ടോണ്ടിരിക്കുക. സഖി കെടുമ്പോൾ കൊടുക്കും ഒരു കൊട്ട്. അത് വെറും കൊട്ടല്ല, ആഞ്ഞൊരു കൊട്ട് തന്നെ ആയിരിക്കും. എന്നാലും വേണുവേട്ട, ഈ അംബിക ചെയ്തത് ഒരു വെറും ചെയ്ത്തല്ലല്ലോ, ഒരു വല്ലാത്ത ചെയ്തു തന്നെയാണല്ലോ. അതാടി രാധയെ ഞാൻ പറഞ്ഞത്, ദൈവം ഒന്ന് കൊടുത്തതാന്ന്. ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കുമല്ലേ. നമ്മുടെ മോനോടും മോളോടും ചില്ലറ ക്രൂരതകളാണ് അവൾ ചെയ്തു കൂട്ടിയത്. വർമ്മ സാറിനെയും ശേഖരൻ സാറിനെയും അവൾ വെറുതെ വിടുന്നുണ്ടോ? അല്ല വേണുവേട്ട, ഇതൊരു വലിയ കേസാവുമോ? പിന്നല്ലേ, വലിയ കേസാണോന്നോ? കൊള്ളാം, ക്വസ്റ്റ്യൻ പേപ്പറാ ചോർത്തിയിരിക്കുന്നത്. അതും SSLCയുടെ നാളെ നടക്കാനെൻ്റെ എക്സാമിൻ്റെതായിരുന്നു. ഈ നല്ലതെന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ കുറച്ച് പാടാ. നല്ലതെന്ന് പറയിപ്പിക്കാനേ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. പക്ഷെ ചീത്തയെന്ന് പറയിക്കാൻ ഒരു നിമിഷം മതി. രാഷ്ട്രീയത്തിൽ ഒരു ദുഷ്പേരും ഇല്ലാത്ത ആളായിരുന്നു വർമ്മ സാർ. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സൽപ്പേരാ കളഞ്ഞത്. അതും അംബിയെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കളഞ്ഞു കുളിച്ചല്ലോ. ഈ അംബിയയ്ക്കൊന്നുമില്ല, അവൾക്ക് നാണവും മാനമില്ല. പക്ഷേ പ്രതാപ് വർമ്മ സാർ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? അപ്പോൾ രാജു അങ്ങോട്ട് വന്നിട്ടുണ്ട്. രാധമ്മയ്ക്കും വേണുവേട്ടനുമുള്ള ഫുഡും വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തായി മോനെ അംബികയുടെ കാര്യം? അവരൊരു നാണം കെട്ട വാശിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുക. കയ്യോടെ പിടിക്കപ്പെട്ടപ്പോഴേ ആദർശം പറഞ്ഞ് നേരെയാകാനുള്ള ശ്രമമാ. അതൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലായിക്കോളും. എടാ രാജു, മോളിനി ഇങ്ങോട്ട് വരുവോ? വരാതിരിക്കുവോ? രാത്രി ആയില്ലേ മോനെ? മോളോട് ഇങ്ങോട്ട് വരണ്ട, അവിടെ കിടക്കാൻ പറ മോനെ. നമ്മളെല്ലാവരും ഈ ലോഡ്ജിലായതുകൊണ്ട് അവൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുമമ്മേ. അവൾ അങ്ങനെ എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായാലെന്താ? ഇങ്ങനെ ഒരു മരുമോള് പോരെ വേണുവേട്ടാൻ നമുക്ക് സന്തോഷിക്കാൻ. സത്യവാടി രാധമ്മേ, ദൈവം നമുക്ക് അറിഞ്ഞു തന്നൊരു പുണ്യമാ ഋതുമോള്. അമ്മേ, ഋതു ഇപ്പം എന്നോട് പരിഭവിച്ച് നടക്കുക. യോ അതെന്താ മോനെ? യോ ആ കുഞ്ഞിനോട് പരിഭവിക്കല്ലേ മോനെ നീ? പരിഭവം മറ്റൊന്നും അല്ലമ്മേ, അവൾക്ക് കുടുംബവക സ്വത്തുക്കൾ ഏറെ ഉണ്ടല്ലോ. ആ ഫണ്ട് എടുത്ത് നമുക്കൊരു വീട് വാങ്ങിക്കാന്ന് പറഞ്ഞു. അത് നന്നായിടാ മോനെ, വേണുവേട്ടൻ പറയുക. ഹരിചന്ദ്രൻ്റെ മോനാണല്ലോ വേണുവേട്ടൻ. എന്തായാലും നമുക്ക് നാളെ മറ്റൊരു വാടക വീട് കണ്ടെത്തണം. ഭഗവാൻ എല്ലാ കാലത്തിലും മനുഷ്യനൊരു ബാലൻസ് തന്നു. പെൺമക്കൾ രണ്ടും നമ്മളെ തള്ളിപ്പറഞ്ഞപ്പോൾ നമ്മളെ സ്നേഹിക്കാനും പരിചരിക്കാനും ദൈവം നമുക്ക് മറ്റൊരു മകളെ തന്നില്ലേ? പ്രതാപൻ ഋതികയോട് ചോദിക്കുന്നു, ഇന്നെന്താ പ്ലാൻ? ഇന്നിവിടെ താമസിക്കാനാണോ അതോ അവരുടെ അടുത്തോട്ട് പോവുകയാണോ? അച്ഛാ, അവരൊരു ലോഡ്ജിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. പൊയ്ക്കോ, പോകണ്ടെന്ന് ആര് പറഞ്ഞു? ഈ ചേച്ചി ഇങ്ങനെ വാശി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട ആവശ്യം വല്ലതുകൊണ്ടോ? അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷന്. പോലീസ് ലോക്കപ്പിൽ കിടക്കുന്ന എന്തോ വലിയ ആദർശ ധീരതയോ മഹാസംഭവം എന്തോ ആണെന്ന് കരുതിയാണ് ചേച്ചി കിടക്കുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നാളെ തന്നെ രാജുവിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നം സമാധാനപരമായി പരിഹരിക്കണം. അത് ഞാൻ പരിഹരിച്ചിരിക്കും. ഇതൊന്നും നീ തൽക്കാലം ആരോടും പറയണ്ട എന്ന് ഋതിയോട് പറയുവാണ് പ്രതാപൻ. അപ്പോൾ ശേഖരൻ അവരുടെ അടുത്തോട്ട് വരുവാണ്. പ്രതാപൻ പറയാം, ശേഖര,
നീ രാജുവിൻ്റെ വീട്ടുകാർ താമസിക്കുന്നിടത്തോട്ട് ഋതികയെ കൊണ്ടുപോയി നാക്കിയിട്ട് വാ. ശരി ചേട്ടാ, ഞാൻ കൊണ്ടുപോയിക്കോളാം, മോളെ വാ എന്നും പറഞ്ഞ് ശേഖരൻ ഋതികയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അംബികയാണെങ്കിൽ ഒരു വാശിക്ക് അവിടെ ഇരുന്നും പോയി ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ആ സമയത്ത് അനന്തംപിള്ള അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവിടുത്തെ ഇൻസ്പെക്ടർ അനന്തംപിള്ളയ്ക്ക് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട്. അനന്തംപിള്ള അപ്പോൾ ഇൻസ്പെക്ടറോട് പറയും, എന്താ ഇൻസ്പെക്ടറെ, ഒരു നല്ല കസേര കൊടുത്തുകൂടെ അംബികയ്ക്ക്? അയ്യോ, ഇതിൽ കൂടുതൽ നല്ല കസേരയൊന്നും ഈ സ്റ്റേഷനിൽ ഇല്ല സാറേ. അത് പറഞ്ഞാൽ പറ്റില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. ഈ നിൽക്കുന്നതേ ഒരു മിനിസ്റ്ററാ ആയിരിക്കാം, പക്ഷേ ഇപ്പം പ്രതിയായി പോയില്ലേ. അനന്തംപിള്ള നല്ല ഒന്നാന്തര ആക്ടിങ് അങ്ങോട്ട് പ്രകടിപ്പിക്കുക. പ്രതി ആയിരിക്കാം, പക്ഷേ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇൻസ്പെക്ടറും വിടാൻ പ്ലാനില്ല. എന്തെങ്കിലും ഒരു തെളിവില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലല്ലോ സാറേ. എടോ, താനുമായിട്ട് ഞാനൊരു വഴക്കിനില്ല. ഞാൻ വന്നതേ അംബിക വർമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ അനന്തംപിള്ള സാറിനെ ഞങ്ങൾക്ക് വിശ്വാസം ആയതുകൊണ്ട് എതിരൊന്നും പറയുന്നില്ല. ഭക്ഷണം കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി. ആട്ടെന്തോലാണ് ഞാൻ ചെന്നായി അനന്തംപിള്ള പറയുക, ധീരയായ പോരാളിയെ അഭിനന്ദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ എല്ലാവിധ ആശംസകളും. അംബിക പറയാ, ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് തെറ്റാണോ അനന്തംപിള്ളേ? തെറ്റെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടല്ലേ അംബികയെ അഭിനന്ദിക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറിയായി ഞാൻ നേരിട്ട് വന്നത്. അംബിക തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ കുറ്റവാളിയായി. മന്ത്രിയായിരിക്കെ അംബിക അഴിമതി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിന് അംബിക ഈ സമരമുറ തന്നെയാണ് നല്ലത്. ഞാൻ എന്തായാലും ജാമ്യം എടുത്ത് വീട്ടിൽ പോകില്ല അനന്തംപിള്ള. പോകരുത്, അങ്ങനെ ചെയ്യരുത്. നാളെ അവർ ചോദ്യം ചെയ്യും. അത് മാത്രമല്ല, എല്ലാവരും അംബികയുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്യും. ഒരു കാരണവശാലും അംബിക രാജിക്ക് സമ്മതിക്കരുത്. മീഡിയക്കാരും പൊതുജനങ്ങളും ഒക്കെ ഒന്ന് ഇളകട്ടെ. ഇന്റർനാഷണൽ TV ചാനൽസ് വരെ അംബികയുടെ വാർത്ത ചർച്ച ചെയ്യണം. ജനങ്ങൾ അങ്ങനെ സത്യം തിരിച്ചറിയട്ടെ അംബികയെ. അങ്ങനെ ഈ അംബിക ഒരു സൂപ്പർ സ്റ്റാർ ആകട്ടെ. അംബിക, ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഈ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കും. നമുക്ക് നാളെ കാണാം. അങ്ങനെ ഒരു ഗുഡ് നൈറ്റും ഒക്കെ പാസ്സാക്കിയിട്ട് ദാണ്ട് അനന്തംപിള്ള അവിടുന്ന് പോവുകയാണ്. രാജു ഋതികയോട് ചോദിക്കുക, എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് ഋതു എന്നോട് പറഞ്ഞല്ലോ, എന്താ അത്? മറ്റൊന്നുമല്ല രാജു, വാടക വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടപ്പോൾ അച്ഛൻ അതൊരു ഷോക്കായിരിക്കുക. രുക്മിണി നമ്മളും തമ്മിലുള്ള പ്രശ്നമൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ. അത് ശരിയാ ഋതു, വാടക കൊടുക്കാഞ്ഞിട്ടാ രുക്മിണി ഇറക്കി വിട്ടതെന്ന് നാട്ടുകാർ പറയും. അതാ രാജു, നമ്മളെപ്പോലെ തന്നെ അച്ഛനും അഭിമാന പ്രശ്നമില്ലേ. മകളും മരുമകൻ്റെ വീട്ടുകാരും വീടില്ലാത്തത് കൊണ്ട് കണ്ട ലോഡ്ജിൽ കഴിയുവാണെന്ന് നാട്ടുകാർ പറയില്ലേ. അതെൻ്റെ അച്ഛനും അമ്മാമ്മയ്ക്കും ഒക്കെ നാണക്കേടല്ലേ. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഋതു, ഞങ്ങൾക്കൊരു വീടില്ലല്ലോ. എൻ്റെ രാജുവിനെ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അച്ഛൻ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനമായിരിക്കും ഋതു? അതെന്തായാലും നമ്മുടെ നല്ലതിനായിരിക്കും. അതുകൊണ്ട് രാജു അതിനെ എതിർക്കരുത്, അംഗീകരിക്കണം. എനിക്ക് അത്രയേ രാജുവിനോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഋതിക അവിടെ നിന്ന് പോന്നു. എന്തായിരിക്കും വർമ്മ സാറ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നോർത്ത് രാജു ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. അനന്തംപിള്ളയും 2 അനുയായികളും ദീപക്കവും നിൽക്കുന്നുണ്ട്. അനന്തംപിള്ള അവരോട് പറയുന്നത്, നിങ്ങളുടെ മൊഴി അടിസ്ഥാനത്തിലായിരിക്കും അംബിക വർമ്മയുടെ ഇനി ഭാവി. ഒരു തരത്തിലും നിങ്ങളുടെ മൊഴിയിൽ അംബിക വർമ്മയ്ക്ക് അനുകൂലമായി ഒരു വാക്കും ഉണ്ടാകാൻ പാടില്ല. അതെങ്ങനെ ഉണ്ടാകും സാർ? എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് അനുകൂലമായി ഒരു വാക്ക് ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ കുടുങ്ങുന്നത് ഞങ്ങളാകില്ലേ സാർ? അതുകൊണ്ട് ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടേ നിൽക്കൂ. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്ന് ഞങ്ങൾ മൊഴി കൊടുക്കും. ദീപക്കാകെ ദേഷ്യം കൊണ്ട് അവരെ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ അധികാരമോഹവും ഉണ്ടല്ലോ അവൻ്റെ ഉള്ളിൽ. പ്രേമചന്ദ്രൻ ദീപക്കനെ ഇങ്ങനെ നോക്കുക. പ്രേമചന്ദ്ര, നീ ദീപക്കനെ നോക്കണ്ട, അവനെ പേടിക്കുകയും വേണ്ട. ഇവന് വേണ്ടി മാത്രമാണ് ഞാനീ ചെയ്യുന്നതൊക്കെ. രാഷ്ട്രീയത്തിലെ അമ്മയും മകനും എന്നൊന്നും ഇല്ല. ഇവനെ കൊണ്ട് എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാവി മുഖ്യമന്ത്രിയായി ഇവിടെ നിൽക്കുന്നത് നിങ്ങളൊന്ന് കരുതിക്കോ. അതുമാത്രമല്ല, വർമ്മയുടെ അനന്തരവനായിട്ട് അറിയപ്പെടുന്ന ഇവൻ ഭാവിയിൽ എൻ്റെ മരുമകനായും അറിയപ്പെടും. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേ ആ പൊട്ടൻ ദീപക്ക് പുന്നല്ല് കണ്ട കാക്കയെ പോലെ വായുമ്പൊളന്ന് നിൽക്കുന്നു. അപ്പോഴേ വലിയ മനപ്പായസം കുടിച്ചു കഴിഞ്ഞു ദീപക്ക്. എൻ്റെ ഭാവി അമ്മായിയപ്പനാണ് ഇയാളെന്ന് പറയാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇയാളയുടെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ച് തന്നിരുന്നെങ്കിൽ ലൈഫ് അങ്ങോട്ട് അടിച്ച് പൊളിക്കാമായിരുന്നു. അനന്തംപിള്ളയ്ക്ക് അറിയാം വാലാട്ടിപ്പട്ടിക്ക് ഒരു എല്ലിൻ്റെ കഷ്ണം കൊടുത്താൽ മതിയെന്ന്. അത് കൊടുത്തതാണ്ട ദീപക്കനെ അയാളുടെ വഴിയിലാക്കി കഴിഞ്ഞു. സാറേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ സാറുമായിട്ട് സംസാരിക്കുന്ന വല്ല മീഡിയക്കാരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അംബിക അഴിക്കുള്ളിലോട്ട് പോകണം. നിങ്ങളുടെ എല്ലാ മൊഴികളും അവർക്കെതിരായിരിക്കണം. അമ്മയ്ക്കെതിരെ നിൽക്കാൻ വേണ്ടിയാണ്
ദീപക്കിന് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് അനന്തംപിള്ള പറഞ്ഞത് ആ ലഹരി ബോധയിൽ ദാണ്ട് അനന്തംപിള്ളയ്ക്ക് പിൻഗാമിയെ പോലെ ദീപക് ഇങ്ങനെ പല്ല് വിളിച്ചുകൊണ്ട് നിൽക്കുവാണ്. എൻ്റെ മോനെ, നിന്നെ ഈ മന്ത്രിക്കസേലോട്ട് ഇരുത്താൻ വേണ്ടി അംബികയെ അകത്തോട്ട് അയച്ചേ പറ്റൂ. മോൻ വിഷമിക്കുകയൊന്നും വേണ്ട, ജയിലിൽ അംബികയ്ക്ക് VIP പരിഗണനയായിരിക്കും. കാര്യത്തിൽ എൻ്റെ മോൻ പേടിക്കല്ലേ. എനിക്കെന്തിനാ അങ്കിളെ പേടി? എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ അങ്കിൾ ഇതൊക്കെ ചെയ്യുന്നത്. മോൻ പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ മോനെ, മിനിസ്റ്റർ ആകുമ്പോൾ പൊളിറ്റിക്സിൻ്റെതായ പവർ കാണിക്കാൻ നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കണം കേട്ടോ. മോനെ, മുണ്ടും ഷർട്ടും തന്നെയാണ് നല്ലത്. മുണ്ട് തേച്ച് നല്ല വടി പോലിരിക്കണം. മുണ്ടുരിഞ്ഞെന്ന് വീശി ഒരുത്തനിട്ട് കൊടുത്താൽ അവൻ ആ ഓണ്ട സ്പോട്ടിൽ തന്നെ വടിയായി വീഴണം. രാജുവും രാധമ്മയൊക്കെ താമസിക്കുന്ന വീടിൻ്റെ വാതക്കൽ 1-2 പേര് നിന്നിട്ട് പറയുന്നത് എന്തായാലും കാണിച്ചത് മഹാപോക്രിത്തരവാ. കാര്യം വാടക വീടാണെങ്കിലും വാടക വീട് ഒഴിപ്പിക്കുന്നതിന് ചില നിയമങ്ങളൊക്കെ ഇല്ലേ? മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ വേണുവേട്ടനും കുടുംബം മാന്യമായിട്ട് മാറിക്കൊടുക്കില്ലേ? അവരൊക്കെ എത്ര നല്ല മനുഷ്യരാ. ഇതെല്ലാം ആ രുക്മിണിയുടെ അഹങ്കാരമാണ്. പലിശയ്ക്ക് പണം കൊടുത്തിട്ട് ഗുണ്ടകളെ വിട്ട് പിരിവ് നടത്തുന്നവളല്ലേ അവള്. രുക്മിണിയെ മാത്രം ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രുക്മിണിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതേ ആ ശ്രീലക്ഷ്മിയാ. മകളുടെയും മരുമോൻ്റെയും വൈരാഗ്യം തീർത്തതാ. അല്ലെങ്കിലും രാജു ആ രമ്യയെ കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ടേ രുക്മിണിക്ക് വേണുവേട്ടൻ്റെ കുടുംബത്തോട് ഭയങ്കര വൈരാഗ്യമാ. അപ്പോൾ ഹരീഷും ശ്രീലക്ഷ്മിയുടെ ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പറയാം, അതുകൊണ്ട് അവർ വരുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി ആ വരാന്തയിലും ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ശ്രീലക്ഷ്മി ആ നന്ദി കെട്ടവൾ പറയുക, ഇതെന്ത് ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. അത് കേട്ടിട്ട് ഹരീഷ് ചോദിക്കേ, എടി നീ വളർന്നതും പഠിച്ചതും ഒക്കെ ഈ വീട്ടിൽ തന്നെ അല്ലേ? അതെ, അതിനിപ്പോൾ എന്താന്നാ? അല്ല, ഈ കിടക്കുന്നേ കണ്ടിട്ട് നിനക്ക് യാതൊരു ഫീലിങ്സും തോന്നുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്ത് ഫീലിങ്സ്? എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോടെ എനിക്ക് എന്ത് ഫീലിങ്സാ? പകയാ, എനിക്ക് പക. ആ JCB കാരൻ വരാത്തത് എന്താ ഹരീഷേ? വരും ശ്രീലക്ഷ്മി, ഇപ്പം വിളിച്ചതല്ല ഉള്ളു. ഈ വീടുൾപ്പെടെ എല്ലാം ഇടിച്ച് നിരത്തുമല്ലേ ഹരീഷേ? അതങ്ങനെ തന്നെയാ. ഭാസ്കരൻ നായരുമായിട്ടുള്ള നമ്മുടെ അഗ്രിമെൻ്റ് അങ്ങനെ തന്നെ അല്ലേ? JCB ഓടിക്കുന്ന മണി അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ ഹരീഷെ കാണണമെന്ന് പറഞ്ഞത്? അത് മണിച്ചേട്ടൻ്റെ JCB കൊണ്ട് ഈ വീട് മൊത്തം ഇടിച്ചു നിരത്തണം. ഈ വീട് ഞങ്ങൾ ആ വടിവാള് ഭാസ്കരേട്ടൻ ഞങ്ങൾ വിറ്റു. ഈ വീട് നീക്കം ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇടിച്ചു നികത്താൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? എന്താ ഹരീഷെ പറയുന്നതൊക്കെ? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? എത്ര കാലമായിട്ട് വേണുവേട്ടനും കുടുംബം താമസിക്കുന്ന വീടായത്. വീട് ഞങ്ങൾ ഭാസ്കരന് വിറ്റു, അതല്ലേ പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. വേണുവേട്ടന് വേറൊരു വീട് കിട്ടുന്നത് വരെ അവരെ ഇവിടെ താമസിപ്പിക്കുന്നതല്ലേ ഒരു മര്യാദ. ദാണ്ടേ, നിങ്ങൾ മര്യാദ കടന്ന് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ശ്രീലക്ഷ്മി പറയുക, നിങ്ങളുടെ ആരുടെ അഭിപ്രായമൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഇത് എൻ്റെ വീടായിരുന്നു. ഇത് വിറ്റപ്പോൾ വീട് ഇടിച്ച് നിരത്തി കൊടുക്കാമെന്നായിരുന്നു അഗ്രിമെൻറ്റ്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കെന്താ? അത് ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ടും വേണുവേട്ടനെയും കുടുംബത്തെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു പോയതാ. വേണുവേട്ടൻ്റെ മകളും മരുമകനും അല്ലേ നിങ്ങൾ? മനസാക്ഷിയില്ലാതെ പെരുമാറുന്ന കണ്ടിട്ടങ്ങ് പറഞ്ഞു പോയതാ. നിങ്ങൾ JCB ഓപ്പറേറ്റർ ആയതുകൊണ്ട് വിളിച്ചതാ. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാലേ ഞങ്ങൾ വേറെ ആൾക്കാരെ വിളിച്ചതങ്ങ് ചെയ്യിക്കും. ആ മണിയൻ പറയാം, എന്നാലും എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ ഇതെൻ്റെ തൊഴിലാണ്, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മണിയൻ പോകുന്നുണ്ട്. അണയാൻ പോകുന്ന വിളക്കാണെന്നറിയാതെ ശ്രീലക്ഷ്മി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ മതിമറന്നിങ്ങനെ ചിരിച്ചു നിൽക്കുക. വർമ്മ സാർ എന്ത് തീരുമാനമായിരിക്കും എടുത്തിരിക്കുന്നത്? രാജുവിനൊരു എത്തും പിടിയില്ല. രാജു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതെന്തായിരിക്കും? എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു വീടാണെന്ന് സാറിനറിയാം. ഇനി വീട് വാങ്ങിച്ച് തരാനാണെങ്കിൽ എനിക്കത് അംഗീകരിക്കാനൊട്ട് കഴിയില്ല. എനിക്ക് വാടക വീട് മതി. കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാധമ്മയെ നോക്കി ഋതിക പറയാം. രാധമ്മയുടെ ഇരിപ്പും കരച്ചിലും എക്സ്പ്രഷനും കണ്ട എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടിരിക്കുന്ന പോലെയാണ്. ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ രാധമ്മയോട് പറഞ്ഞു അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് മറന്നേക്കാൻ. വേണുവേട്ടൻ പറയാം, അതൊന്നും എളുപ്പം മറക്കാൻ അവൾക്ക് കഴിയില്ല മോളെ. മുറിവേൽപ്പിച്ചത് അന്യവരൊന്നും അല്ലല്ലോ, സ്വന്തം മകളല്ലേ. ശ്രീലക്ഷ്മി തെറ്റിദ്ധരിച്ചതാ അങ്കിളെ. ശ്രീലക്ഷ്മിയെ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് രുക്മിണിയുടെ ആവശ്യമായിരുന്നു. നമ്മളെല്ലാവരും പരസ്പര ശത്രുക്കളാണ്. അതിനുവേണ്ടി ആ രുക്മിണി എന്തും ചെയ്യും. കരഞ്ഞോണ്ട് രാധമ്മ പറയാം, എനിക്ക് പറ്റിയ അബദ്ധം കാരണം നമ്മൾ പെരുവഴിയിലായില്ലേ മോളെ. ഇത് പെരുവഴിയല്ലല്ലോ രാധമ്മേ. വാടക വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി ഒരു ലോഡ്ജിലോട്ട് വന്നു, അത്രേ ഉള്ളു. രാജു ഋതികയോട് പറയാം, വർമ്മ സാർ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എതിര് പറയരുതെന്ന് ഋതു എന്നോട് പറഞ്ഞിരിക്കുകയും ചെയ്തല്ലോ. അതെ രാജു, അച്ഛൻ നമ്മുടെ വീടിൻ്റെ കാര്യത്തിന് എന്ന് പറയുമ്പോഴേ രാജു പെട്ടെന്ന് തല തിരിച്ചു കഴിഞ്ഞു. വീടിൻ്റെ കാര്യത്തിൽ സാറ് സഹായിക്കാനുള്ള തീരുമാനത്തിലായിരിക്കും. അതാ ഇപ്പോൾ എൻ്റെ ടെൻഷൻ. അത്തരം ഒരു സഹായം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്താ രാജു ഇത്? വീണ്ടും ദുരഭിമാനം അല്ലേ? അതെങ്ങനെയാണ് ഋതു ദുരഭിമാനമാകുന്നത്? അതല്ലേ ആത്മാഭിമാനം? മണ്ണാങ്കട്ട. എന്താ രാജു ഇത്? രാജുവും വേണുവെങ്കിലൊക്കെ ഏത് കാലത്തായി ജീവിക്കുന്നത്? ഞാൻ രാജുവിൻ്റെ ഭാര്യയല്ലേ? എൻ്റെ അച്ഛൻ രാജുവിൻ്റെ പ്രിയപ്പെട്ട ആളല്ലേ? അതിലെന്താ ഋതു സംശയം? സംശയം ഉണ്ട് രാജു. ഞാനും എൻ്റെ അച്ഛനും രാജുവിന് ഇപ്പോഴും അന്യരാ.
ഞങ്ങൾ അന്യരാണെന്ന് രാജു കരുതുന്നോണ്ടാ രാജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒന്നും രണ്ടും പറഞ്ഞ് കലഹിക്കുന്ന കണ്ടുകൊണ്ട് രാധമ്മ ഓടി വന്നിട്ട്, എന്തിനാ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടത്? വീടിൻ്റെ കാര്യത്തിൽ അച്ഛൻ സഹായിക്കും, അത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ രാജുവിനോടൊന്ന് പറഞ്ഞു പോയി. അപ്പോൾ ദുരഭിമാനം. അത് ദുരഭിമാനമല്ല മോളെ, അത് അവരുടെ സ്വഭാവമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും വേണുവേട്ടനും ദുരഭിമാനം പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ. അവൻ്റെ ഭാര്യയും കുടുംബക്കാരും ലോഡ്ജിലോ വാടക വീട്ടിലോ എവിടെ കിടന്ന് കഷ്ടപ്പെട്ടാലും അവർക്കൊരു പ്രശ്നമില്ല. അവർ വലിയ അഭിമാനികളാണ്. ഈ അഭിമാനത്തിൻ്റെ പേരിൽ രാജുവും ഹൃദയം തങ്ങളിൽ തെറ്റുവോ, പ്രതാപന് രാജുവിനോട് ദേഷ്യം ഉണ്ടാവുമോ, ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.